നിസ്കരിക്കാൻ പാടില്ലവരാണ് വഹാബികൾ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ എന്നോട് ദേഷ്യപ്പെട്ട് 20 റക്അത്തുള്ള തറാവി ചുരുക്കിയിട്ട് പോലെ 8 ആക്കി. നിസ്കാരം കള്ളാനുള്ള ഒരുത്തൻ കോല് കൊടുത്ത ഓഫർ എന്താണ്? നിസ്കരിക്കേ വേണ്ടാന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഓഫർ വന്നിട്ടുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് കൊടുക്കുന്നത്. പെരുന്നാളിന്റെ അന്ന് ഗിവ് അവേ കൊടുക്കണ വരെയാണ്. കൊടുക്കുന്ന ആളറിയില്ലേ? നമ്മളെ ഫൈസൽക്ക ഓല വലിയ നേതാവാണ്. പറയട്ടെ, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഫർള് വേണ്ട, സുന്നത്ത് മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ തലച്ചോറുള്ള ഒരുത്ത വഹാബിയിലില്ലാന്ന് ഞാൻ പറയലില്ലേ? ഇപ്പൊ ശരിയായില്ലേ? ഇനി അതൊക്കട്ടെ. ഇനി ഇത് ന്യായീകരിക്കാൻ കണ്ടമാന വഹാബി അടിമകൾ വരും. എന്റെ പൊന്നാര ചങ്ങന്മാരെ, ഒന്നിക്ക് നിങ്ങളെ അറബി പഠിക്കുക, അല്ല എങ്കിൽ നിങ്ങൾ തൊള്ള പൂട്ടുക. കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഹദീസ് തന്നെ പച്ചയായിട്ട് പറയുന്നുണ്ട്. അത്രയും ലോങ്ങിൽ നിന്ന് ജുമുഅ പോലും നിർബന്ധമില്ലാത്ത ആളുകളോടാണ് ഈ ഹദീസിൽ കാര്യങ്ങൾ പറയുന്നത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അറബി അറിയണം. അറബി അറിയില്ല, കാരണം എന്താ? ഉള്ള സമയം മൊത്തം നിങ്ങൾ മലയാളാക്കിക്കണേ. ഖുത്ബ വരെ മലയാളത്തിലല്ലേ. അപ്പൊ ഈ അറബി എന്ന് കേട്ടാൽ തന്നെ എന്തോ ഒരു അലർജിയുമാരാണ് വഹാബികൾക്ക്. അതൊക്കെ പോട്ടെ. സ്വഹീഹ് മുസ്ലിമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅയും അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഒരു ദിവസം വന്നപ്പോ രണ്ടും നിസ്കരിച്ചെന്നും രണ്ട് നിസ്കാരത്തിലും തബ്ബീസ്മയും ഹല്ലാത്താക്കയും മോദി എന്നുള്ള പച്ചയായിട്ട് ഹദീസിലില്ലേ? അതൊന്നും നിങ്ങൾക്ക് പറ്റൂല. കാരണം എന്താ? നമ്മളെ ഫൈസൽക്കാക്ക് നാട്ടിൽ പോകണം. ഹത്തീബായ ഫൈസൽക്കാക്ക് നാട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ പൊന്നാര ഫൈസൽക്ക നിങ്ങൾ പൊയ്ക്കോളി. നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവരെ ജുമ കൂടെ ഇല്ലാതാക്കണത്? ഇങ്ങക്കനുസരിച്ച് ആയത്ത് മറിക്കുക, ഹദീസ് മറിക്കുക. ഇതിന്റെ പേരാണ് പച്ചയായി പറഞ്ഞ വഹാബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ സലഫി സലഫി പാതിരി വർഗം അറിവി കെട്ടൊരു ബിദഈ കൂട്ടം തട്ടിയിട്ടും മുട്ടിയിട്ടും തെളിവുണ്ടാക്കിയിട്ടെന്തിന് വന്നേ. സലഫി ഇലാഹിന്റെ വചനവും കിതാബിന്റെ ഇബാറത്തും മാറ്റിമറിച്ചവരെ. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ അല്പജ്ഞാനി നരകത്തിലെത്തിക്കും. വഹാബിസം നാടിനാപത്താണ്, സൂക്ഷിക്കുക.